ഹലോ ഗെയ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മൺട്രോത്തുരുത്തിലാണ്. കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ സമൂഹമാണ് മൺട്രോത്തുരുത്ത്. കൊല്ലം താലൂക്കിൽ ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണിത്. മാലിന്യപ്പെടാത്ത നല്ല തെളിഞ്ഞ വെള്ളത്തിൽ ഊർന്നു നിൽക്കുന്ന പച്ചപ്പകിട്ടാർന്ന മരങ്ങളും വള്ളിച്ചെടികളും നിറഞ്ഞ കണ്ടൽക്കാട്ടിലേക്ക് കുനിഞ്ഞും നിവർന്നുമുള്ള യാത്ര എന്ത് മനോഹരമാണ്. കനാലുകൾക്കിടയിലെല്ലാം പാലങ്ങളുണ്ട്. ധാരാളം ചതുപ്പുകളും ചെറു തുരുത്തുകളുമുള്ള മൺട്രോത്തുരുത്ത് കണ്ടൽ വനങ്ങളുടെ സമ്പുഷ്ടമാണ്. വള്ളം തുഴയണമെന്നുള്ള ഒരാഗ്രഹവും സാധിച്ചെടുത്തു. ശാന്തമായ വെള്ളത്തിന്റെ കരയിലെല്ലാം മത്സ്യകൃഷി. എന്ത് ഭംഗിയാണെന്നോ ഇത് കാണാൻ തന്നെ. 8 ദ്വീപുകളുടെ ഒരു ശേഖരം ഉൾപ്പെടുന്ന മൺട്രോ ദ്വീപിനെ ഇന്ത്യയുടെ മറഞ്ഞിരിക്കുന്ന വെനീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങളിവിടെ ഒരു ഉച്ച കഴിഞ്ഞ ടൈമിലാണ് എത്തിയത് കേട്ടോ. അപ്പോൾ മഴയുടെ ഒരു ചെറിയ മൂടലുള്ളത് കൊണ്ട് തന്നെ, വെയിലില്ലാത്തത് കൊണ്ട് നമുക്ക് നന്നായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. ഇനി വരുന്ന ഈ സ്ഥലമാണ് കേട്ടോ മൺട്രോത്തുരുത്ത് എന്ന് കേട്ടാൽ ഓടിയെത്തുന്ന നമ്മുടെ മനസ്സിലെ ഒരു ചിത്രം. കായലിന്റെ മധ്യഭാഗത്ത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. 500 രൂപയാണ് ഈ മൺട്രോത്തുരുത്ത് ചുറ്റിക്കാണുവാനായിട്ട് ഇവർ വാങ്ങുന്നത്. ഇവിടെ നമുക്ക് നന്നായിട്ട് ഇറങ്ങി നിൽക്കാനും വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അത് മാത്രമല്ല, നമുക്ക് കഴിക്കാൻ വേണ്ടുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഈ വെള്ളത്തിനുള്ളിൽ തന്നെ വള്ളത്തിലേക്ക് അവർ വെച്ചിട്ടുണ്ട്. കരിക്ക് അല്ല സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ മൺട്രോ ദ്വീപ്. അപ്പം നിങ്ങൾ എത്തുകയാണെങ്കിൽ ഒന്ന് രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ മാത്രമേ വരാൻ പറ്റൂ. കാരണം വെയിലില്ലാത്ത സമയത്ത് മാത്രമാണ് നമുക്ക് യാത്ര നന്നായി ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ യാത്രയൊക്കെ അവസാനിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാട്ടോ. ഇനി ചെന്നിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടോ. അപ്പോൾ ഫുഡിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാര്യം അടിപൊളി ടേസ്റ്റുള്ള ഫുഡാണ്. ഞങ്ങളത് മുമ്പും വന്ന് കഴിച്ചിട്ടുള്ളതാണ്. അപ്പം ഞങ്ങൾ ചോറായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല കരിമീൻ വറുത്തത്, കൊഞ്ച് ഫ്രൈ, ഞണ്ട് കറി, ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ.